ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന ഒരു ഭൂമിയുണ്ട്. ഫ്രഞ്ച് പൈതൃകത്തിന്റെ നിറങ്ങൾ ഇന്നും തെരുവുകളിൽ തെളിയുന്ന, കടലിന്റെ സംഗീതം ഓരോ പ്രഭാതവും ഉണർത്തുന്ന ആ നാട് പുതുച്ചേരി. പലരും പുതുച്ചേരിയെ ഫ്രഞ്ച് കോളനി എന്ന നിലയിലാണ് അറിയുന്നത്. എന്നാൽ ഈ നഗരത്തിന്റെ മറ്റൊരു മുഖം അധികമാരും കാണാറില്ല. നദിയും കടലും സംഗമിക്കുന്ന അപൂർവമായ ജൈവവൈവിധ്യ മേഖലകൾ, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പുരാവസ്തു കേന്ദ്രങ്ങൾ, മത്സ്യബന്ധന ജീവിതത്തിന്റെ സ്പന്ദനം നിറഞ്ഞ തുറമുഖങ്ങൾ, പക്ഷികളുടെ സ്വർഗമായ മാംഗ്രോവ് വനങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് പുതുച്ചേരിയുടെ യഥാർത്ഥ കഥ രൂപപ്പെടുന്നത്. ഇന്ന് നമുക്ക് യാത്ര ചെയ്യാം പുതുച്ചേരിയുടെ പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും ഹൃദയത്തിലേക്ക്. ആദ്യം നമുക്ക് പരിചയപ്പെടാം മാംഗ്രോവ് വനങ്ങളെ. പിച്ചാവരം മാൻഗ്രൂവ് ഫോറസ്റ്റിൽ നദിയിലൂടെ ബോട്ടിൽ കറങ്ങി നടന്നു മാത്രമാണ് കണ്ടതെങ്കിൽ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു 4 സ്ഥലം കൂടി കാണാനുണ്ട്. അരിക്കമേട് എന്ന ഒരു പുരാതനമായ ഒരു ദ്വീപാണ് ഒന്ന്. മറ്റുള്ളവ കായലിലും നദികളിലും ബോട്ടിൽ തന്നെ ഇരുന്ന് ചുറ്റി നടന്ന് കാണാനുള്ളവ. അത് റിവർ മൗത്തും ഫിഷ് ഹാർബറുമാണ്. ഇനിയിപ്പോൾ നമുക്ക് ബോട്ട് കിടക്കുന്നതിലേക്ക് പോകാം. കുറച്ച് നടക്കാനുണ്ട്. ഒരു 50 മീറ്റർ ഉണ്ടാകും നടക്കാൻ. പോകുന്ന ഈ വഴിക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. നല്ല സീനറിയാണ്. ഇവിടെ 3-4 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോട്ടിങ്ങിന് വേണ്ടി. നമ്മളും വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല ചൂടുണ്ട്. പക്ഷെ ചെറിയ തണുപ്പുള്ള കാറ്റുള്ളതുകൊണ്ട് ആ ചൂട് അറിയുന്നില്ല അധികം. നമുക്കിനി ബോട്ടിലേക്ക് പോകാം. സാധാരണ വനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മാംഗ്രോവ് വനങ്ങൾ. ഉപ്പുവെള്ളവും ശുദ്ധജലവും പരസ്പരം കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത്. വെള്ളത്തിനടിയിലും ചെളിമണ്ണിലും വളരാൻ കഴിയുന്ന പ്രത്യേകതരം മരങ്ങളാണ് മാംഗ്രോവുകൾ. കടൽത്തീര സംരക്ഷണത്തിന്റെ പ്രകൃതിദത്ത മതിലുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചുഴലിക്കാറ്റുകളും കടൽക്ഷോഭങ്ങളും വരുമ്പോൾ ആദ്യം ആഘാതമേറ്റുവാങ്ങുന്നത് ഈ വനങ്ങളാണ്. അതിനാൽ തീരദേശ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ കാവൽക്കാരാണ് മാംഗ്രൂവുകൾ. ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതേ വൈബുള്ള കുറേ സ്ഥലങ്ങളുണ്ടാട്ടോ ഇവിടെ. ഒരുപാട് വെഡ്ഡിംഗ് ഷൂട്ട് ഇവിടെ നടക്കുന്നത് കണ്ടു. നടക്കുന്ന വഴിയിൽ ആർട്ടിഫിഷ്യലായി തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാൻ പാകത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറേയിടത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെയൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എൻ്റെ അപ്പനെ തന്നെയായിരുന്നു. മുൻപ് പോണ്ടിച്ചേരിയിൽ പല പ്രാവശ്യം വന്നിരുന്നെങ്കിലും അപ്പൻ ഇങ്ങോട്ട് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടം തോന്നി. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും പെങ്ങൾക്കുമെല്ലാം. അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മകൾ വീഡിയോ എടുക്കുന്ന തിരക്കിലേക്ക് വഴുതിപ്പോയി. പോകുന്ന വഴിക്കൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ബോട്ടിംഗ് പാർക്കൊക്കെ ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. കാരണം ഒരുപാട് സ്ഥലം ഫ്രീ ആയി ഇവിടെ കിടക്കുന്നുണ്ട്. അമ്മയും പെങ്ങളും ആന്റിയും ഒക്കെ ഇവിടെ കാത്തിരിക്കുക ബോട്ട് വരാൻ. കൂടെ 4 പേർ കൂടിയുണ്ട്.
അവർ ഞങ്ങളുടെ കൂടെ വരാനുള്ളവരാണെന്ന് ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ടവർ വന്നു പറഞ്ഞു. അവരുമായി സംസാരിക്കാൻ നോക്കിയപ്പോൾ അവർ തെലുങ്കരാണ്. ഭാഷ അറിയില്ലാത്തതുകൊണ്ട് വെറുതെ ചിരിച്ചും കൈകാട്ടിയും ഒക്കെ ടൈം കളഞ്ഞു. എങ്കിലും ഇംഗ്ലീഷിൽ പേരും മറ്റും ചോദിച്ചറിഞ്ഞു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് വന്നു. ഒരു ചെറിയ ബോട്ടായിരുന്നു. 8 പേർക്കിരിക്കാൻ കഴിയുന്ന ഒരു ബോട്ട്. പിച്ചാവാരത്ത് ഞങ്ങൾ കയറിയതുപോലെ തന്നെ ഒരു ബോട്ട്. ഇനി നമുക്ക് ബോട്ടിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അമ്മയും പെങ്ങളുമൊക്കെ ബോട്ടിൽ കയറി കഴിഞ്ഞു. ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാൻ 4 പേര് വേറെയും ഉണ്ടായിരുന്നു. തെലങ്കാനയിൽ നിന്ന് വന്നവരായിരുന്നു. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസോ മറ്റോ ആണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, പിന്നെ ഞങ്ങൾ 4 പേരും. ബോട്ട് നീങ്ങിത്തുടങ്ങി. ഞങ്ങളുടെ ഉള്ളിലും ആകാംക്ഷയുണ്ട് കാണാൻ പോകുന്ന കാഴ്ചകളെ ഓർത്ത്. കടലിലൂടെ ചെറിയൊരു യാത്ര കൂടിയുണ്ടെന്ന് ബോട്ട് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ്ങിന് 2500 വാങ്ങിയത്. കുറേ കാഴ്ചകൾ കാണാനുണ്ടെന്ന് പറഞ്ഞാണ് 2500 വാങ്ങിയത്. തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് ഈ മാൻഗ്രൂവും ബോട്ടിങ്ങുമെല്ലാം. പ്രൈവറ്റ് ഫിഷിംഗ് ബോട്ടുകാരും ബോട്ടിംഗ് നടത്തുന്നുണ്ട്. അത് നമ്മൾ പോണ്ടിച്ചേരി റോക്ക് ബീച്ചിൽ നിൽക്കുമ്പോൾ ബോട്ടിങ്ങിന്റെ ഏജന്റുമാർ നമ്മളെ സമീപിക്കും. നമുക്കവിടെ റേറ്റ് വിലപേശി എടുക്കാനാവും. പക്ഷെ ഞാൻ പിച്ചാവരം ബോട്ടിംഗ് വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുന്നു. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകുന്നതെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. പ്രൈവറ്റ് ബോട്ടുകൾക്ക് അതില്ലെന്നാണ് ടൂറിസത്തിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് റേറ്റും കൂടുതൽ എന്ന് പറഞ്ഞു. നമുക്കിനി മാംഗ്രോവിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് കടക്കാം. പിച്ചാവാരത്ത് കണ്ടതുപോലെയുള്ള മാംഗ്രൂവ് അല്ല ഇവിടെ. കുറച്ചുകൂടി വിശാലമായതാണ്. ഇവിടെ ഒരുപാട് ദ്വീപുകളൊക്കെ ഉണ്ട്. നമുക്കിനി കാഴ്ചകളും ചരിത്രങ്ങളും പഠിക്കാം. നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ ചരിത്രങ്ങൾ ഉൾപ്പെടെയുള്ളതായിരിക്കും. മറ്റുള്ള ട്രാവൽ വ്ലോഗിൽ നിന്നും വ്യത്യസ്തമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായും കണ്ടിട്ട് നിങ്ങൾ കമന്റിലൂടെ ദയവായി അറിയിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, എന്നാലേ ഞങ്ങളുടെ മിസ്റ്റേക്സ് ഞങ്ങൾക്ക് തിരുത്താൻ കഴിയൂ. എന്നാൽ ഒരു ചോദ്യം ഉയരും. പുതുച്ചേരിയിൽ മാംഗ്രൂവ് വനങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? അതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പോകേണ്ടത് ശങ്കരാഭരണി നദിയിലേക്കാണ്. പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ജനിക്കുന്ന ശങ്കരാഭരണി നദി 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒടുവിൽ പുതുച്ചേരിക്ക് സമീപം ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകിച്ചേരുന്നു. നദി കടലുമായി ചേരുന്ന ഭാഗത്ത് ഉപ്പുവെള്ളവും ശുദ്ധജലവും ഇടകലരുന്നു. ഈ പ്രത്യേക പരിസ്ഥിതിയാണ് മാംഗ്രൂവ് സസ്യങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിച്ചത്. നൂറ്റാണ്ടുകളായി നദി കൊണ്ടുവന്ന മണ്ണും ചെളിയും ഈ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടി. അങ്ങനെ ചെളി നിറഞ്ഞ ചതുപ്പു നിലങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് പ്രകൃതിദത്തമായി മാംഗ്രൂവ് സസ്യങ്ങൾ ഇവിടെ വളരാൻ തുടങ്ങി. കാലക്രമേണ ഇവ ചെറിയ ചെടികളിൽ നിന്ന് വലിയ വനങ്ങളായി വികസിച്ചു. ഇന്ന് ഈ പ്രദേശങ്ങൾ നിരവധി പക്ഷികളുടെയും മീനുകളുടെയും ഞണ്ടുകളുടെയും ചെമ്മീനുകളുടെയും ആവാസ കേന്ദ്രമാണ്. മാംഗ്രൂവിന്റെ വേരുകൾ വെള്ളത്തിനു മുകളിൽ കാണാം. ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന പ്രത്യേക വായുവേരുകളാണവ. ഈ വേരുകൾക്കിടയിൽ ആയിരക്കണക്കിന് ചെറുമീനുകൾ സുരക്ഷിതമായി വളരുന്നു. അതിനാലാണ് മത്സ്യസമ്പത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മാംഗ്രൂവ് വനങ്ങൾ. പ്രഭാത സമയത്ത് ഇവിടെ ബോട്ട് യാത്ര നടത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. നിശബ്ദമായി ഒഴുകുന്ന ജലം, ഇരുവശത്തും പച്ചപ്പിന്റെ തുരങ്കം പോലെ നീളുന്ന മാംഗ്രൂവ് മരങ്ങൾ,
ഇടയ്ക്കിടെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു ചാടുന്ന മീനുകൾ, മരക്കൊമ്പുകളിൽ വിശ്രമിക്കുന്ന പക്ഷികൾ. പ്രകൃതിയുടെ ഒരു ജീവിക്കുന്ന ചിത്രപടം പോലെയാണ് ഈ പ്രദേശം. ഇനി നമുക്ക് പരിചയപ്പെടാം ഇവിടെ കാണുന്ന പക്ഷികളെ. മാംഗ്രൂവ് വനങ്ങൾ പക്ഷി നിരീക്ഷകരുടെ സ്വർഗമാണ്. വെള്ളക്കൊക്ക്, നീർക്കാക്ക, കിങ്ഫിഷർ, എഗ്രെറ്റ്, ഹെറോൺ, ബ്രാഹ്മിണി കൈറ്റ് തുടങ്ങി നിരവധി പക്ഷികളെ ഇവിടെ കാണാം. ശൈത്യകാലത്ത് ആയിരക്കണക്കിന് ദേശാടന പക്ഷികളും ഈ പ്രദേശങ്ങളിലേക്ക് എത്താറുണ്ട്. സൈബീരിയ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്നെത്തുന്ന പക്ഷികൾ ഇവിടെ വിശ്രമിക്കുകയും ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മാംഗ്രൂവ് മേഖല പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കും പക്ഷി നിരീക്ഷകർക്കും ഏറെ പ്രാധാന്യമുള്ളതാണ്. പുതുച്ചേരിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന അരിക്കമേടു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കേന്ദ്രങ്ങളിലൊന്നാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകവുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന ഒരു തുറമുഖ നഗരമായിരുന്നു അരിക്കമേടു. റോമൻ സാമ്രാജ്യവുമായി ഇന്ത്യക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നുവെന്നതിന്റെ ശക്തമായ തെളിവുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷണങ്ങളിൽ റോമൻ നാണയങ്ങൾ, മൺപാത്രങ്ങൾ, ഗ്ലാസ് മണികൾ, വ്യാപാര ഉപകരണങ്ങൾ തുടങ്ങിയവ ഇവിടെ നിന്ന് ലഭിച്ചു. ഇവ കാണിക്കുന്നത് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും തന്നെ ഈ പ്രദേശം ഒരു അന്തർദേശീയ വ്യാപാര കേന്ദ്രമായിരുന്നുവെന്നാണ്. അന്നത്തെ കപ്പലുകൾ ഇവിടെ എത്തി സുഗന്ധവ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും മുത്തുകളും മറ്റുൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ന് അരിക്കമേടുവിൽ വലിയ കെട്ടിടങ്ങളൊന്നും കാണാനില്ല. എന്നാൽ അവശേഷിക്കുന്ന പുരാതന മതിലുകളും പുരാവസ്തു അവശിഷ്ടങ്ങളും നോക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെ എത്ര വലിയ വ്യാപാര സംസ്കാരം നിലനിന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോ അരിക്കമേടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാനെന്നാണ് ബോട്ട് ഡ്രൈവർ പറഞ്ഞത്. പുരാതന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, മതിലുകളൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള തുറമുഖങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചരിത്രം പറയുന്നു. വിശ്വസിക്കാനാകുന്നില്ല. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ബട്ട് ഇത് സത്യമാണ്. പോകുന്ന വഴിക്കൊക്കെ നിരവധി സഞ്ചാരികൾ പോയി കണ്ടു മടങ്ങി വരുന്നുണ്ട്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു, ഈ സ്ഥലം ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. പോലീസൊക്കെ കാവൽ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം ഒരുപാട് കരിമ്പനകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ഭംഗി ഈ കരിമ്പനകൾ തന്നെയാണ്.
ആൽമരം പോലും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് വിളിച്ചു പറയുന്നു ഈ സ്ഥലത്തിന്. ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് ചുറ്റിനും നിന്ന് സഞ്ചാരികൾ ഫോട്ടോയും വീഡിയോസും എടുക്കുന്നുണ്ട്. എല്ലാവരും തിരക്കിലാണ്. കാരണം ഇവിടെ 20 മിനിറ്റാണ് ഒരാൾക്ക് നൽകിയിട്ടുള്ളത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വന്ന ബോട്ട് ആളുകളെയും കൊണ്ട് തിരിച്ചു പോകും. എന്നാലും പേടിക്കണ്ട, നമ്മൾ വന്നിട്ടേ അവർ പോകൂ. പോലീസ് ഓഫീസേഴ്സ് ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ ഫോട്ടോയൊക്കെ എടുത്ത് കറങ്ങി നടന്ന് കാണാനുള്ള അത്യാവശ്യ സമയമുണ്ട്. ഈ കെട്ടിടം എന്താണ്? ഇന്ന് കാണുന്ന ഈ ചുവന്ന ഇഷ്ടിക കെട്ടിടം യഥാർത്ഥത്തിൽ 2000 വർഷം പഴക്കമുള്ള റോമൻ കാലഘട്ടത്തിലെ തുറമുഖ കെട്ടിടമല്ല. ഇത് പിന്നീട് ഏകദേശം 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ഫ്രഞ്ച് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടമാണെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ചിലർ ഇതൊരു ഗോഡൌൺ, വ്യാപാര കേന്ദ്രം അല്ലെങ്കിൽ മിഷൻ കെട്ടിടമായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ കെട്ടിടം നിലകൊള്ളുന്ന ഭൂമിയുടെ അടിയിലാണ് യഥാർത്ഥ നിധി ഒളിഞ്ഞിരിക്കുന്നത്. കാരണം ഈ പ്രദേശം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളിലൊന്നായിരുന്നു. അരിക്കമേടു, ഇന്ത്യയും റോമും ബന്ധിപ്പിച്ച തുറമുഖം. ഇന്ന് ശാന്തമായ ഒരു ഗ്രാമപ്രദേശം പോലെ തോന്നുന്ന അരിക്കമേടു ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് ശേഷമുള്ള 2-ാം നൂറ്റാണ്ട് വരെ സജീവമായ ഒരു അന്താരാഷ്ട്ര വ്യാപാര നഗരമായിരുന്നു. ശങ്കരാഭരണി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അന്ന് ഈ നദി നേരിട്ട് കടലിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അതിനാൽ വലിയ വ്യാപാര കപ്പലുകൾക്ക് ഇവിടെ എത്താൻ സാധിച്ചിരുന്നു. 1940-കളിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ മോർട്ടിമർ വീലർ നടത്തിയ ഖനനത്തിൽ റോമൻ ആംഫോറ പാത്രങ്ങൾ, വൈൻ സൂക്ഷിച്ചിരുന്ന ജാറുകൾ, റോമൻ നാണയങ്ങൾ, ഗ്ലാസ് വസ്തുക്കൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൺപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി. ഇവയൊക്കെ കാണിക്കുന്നത് റോമൻ സാമ്രാജ്യവും തമിഴ് തീരപ്രദേശവും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നുവെന്നാണ്. അരിക്കമേടുവിൽ നിന്ന് എന്തൊക്കെയാണ് കയറ്റുമതി ചെയ്തത്? അരിക്കമേടുവിൽ നിന്ന് റോമിലേക്കും പടിഞ്ഞാറൻ ലോകത്തേക്കും കയറ്റുമതി ചെയ്തിരുന്നത് കുരുമുളക്, ഏലം, സുഗന്ധദ്രവ്യങ്ങൾ, മുത്തുകൾ, ആനക്കൊമ്പ്, വിലപിടിപ്പുള്ള കല്ലുകൾ, നെയ്ത്തുതുണികൾ, മണികൾ, ബീഡ്സ്. പ്രത്യേകിച്ച് അരിക്കമേടു ഗ്ലാസ് മണി നിർമ്മാണ കേന്ദ്രമായും പ്രശസ്തമായിരുന്നു. എന്തുകൊണ്ട് അരിക്കമേടു ഇത്ര പ്രധാനമാണ്? അരിക്കമേടുവാണ് ഇന്ത്യയിൽ റോമൻ വ്യാപാരത്തിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകൾ ലഭിച്ച സ്ഥലങ്ങളിലൊന്ന്. ഈജിപ്റ്റ്, ഗ്രീസ്, റോം, ദക്ഷിണേന്ത്യ എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന കടൽ വ്യാപാര ശൃംഖലയുടെ പ്രധാന കണ്ണിയായിരുന്നു ഈ തുറമുഖം. അന്നത്തെ ലോകവൽക്കരണത്തിന്റെ ഒരു ഉദാഹരണം എന്നുപോലും ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ന് നിശബ്ദമായി കിടക്കുന്ന ഈ ഇഷ്ടിക മതിലുകൾ ഒരു കാലത്ത് ലോക വ്യാപാരത്തിന്റെ കഥകൾ കേട്ടവയാണ്. റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. കുരുമുളകിന്റെ സുഗന്ധവും വ്യാപാരികളുടെ വിളികളും നിറഞ്ഞിരുന്ന ആ തുറമുഖം ഇന്ന് ചരിത്രത്തിന്റെ പേജുകളിൽ മാത്രം ജീവിക്കുന്നു. എന്നാൽ ഈ തകർന്ന മതിലുകൾ ഇന്നും കാലത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുന്നു. അതാണ്
അരിക്കമേടു, ദക്ഷിണേന്ത്യയുടെ 2000 വർഷം പഴക്കമുള്ള സമുദ്ര വ്യാപാരത്തിന്റെ ജീവിക്കുന്ന ഓർമ്മ. പിന്നീട് എന്ത് സംഭവിച്ചു? കാലക്രമേണ നദിയുടെ ഒഴുക്കു മാറി, തുറമുഖം ചെളി നിറഞ്ഞു, വ്യാപാര പാതകൾ മാറി, പുതിയ തുറമുഖങ്ങൾ വികസിച്ചു. അങ്ങനെ അരിക്കമേടുവിന്റെ പ്രാധാന്യം കുറഞ്ഞു. ഒരു കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ എത്തിയിരുന്ന തുറമുഖം പതുക്കെ മറവിയിലേക്ക് പോയി. അവിടെ കാണാൻ കഴിയുന്നത്, ഇന്ന് സന്ദർശകർക്ക് കാണാൻ കഴിയുന്നത് പഴയ ഇഷ്ടിക കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, പുരാതന മതിലുകളുടെ ഭാഗങ്ങൾ, ഖനന പ്രദേശങ്ങൾ, ശങ്കരാഭരണി നദിയുടെ തീരം, പുരാതന തുറമുഖത്തിന്റെ സ്ഥാനം. പക്ഷേ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നങ്കൂരമിട്ടിരുന്ന റോമൻ കപ്പലുകളുടെ ശബ്ദവും വ്യാപാരികളുടെ തിരക്കും മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയും. അരിക്കമേടിൽ നിന്ന് നമ്മളിനി ഫിഷിംഗ് ഹാർബറിലേക്ക് പോവാണ്. നമുക്ക് പോകാനുള്ള ബോട്ടെത്തി. കുറച്ച് ടൈം കൂടി നമുക്കവിടെ ചെലവഴിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ ഓടി നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തീർത്തു. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ കയറി ഫിഷിംഗ് ഹാർബറിലേക്ക് പോകാം. ഇനി നമുക്കെത്താം മത്സ്യബന്ധന തുറമുഖത്തിലേക്ക്. പുതുച്ചേരിയുടെ സമുദ്ര ജീവിതത്തിന്റെ ഹൃദയമാണ് ഈ ഫിഷിംഗ് ഹാർബർ. അതിരാവിലെ തന്നെ 100 കണക്കിന് മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം അവർ മീൻപിടുത്തവുമായി തിരിച്ചെത്തുന്നു. ഹാർബറിലെത്തുമ്പോൾ കാണുന്നത് നിറങ്ങളാൽ അലങ്കരിച്ച ബോട്ടുകളുടെ നിരയാണ്. മത്സ്യങ്ങൾ ഇറക്കുന്ന തൊഴിലാളികൾ, ലേലം വിളിക്കുന്ന വ്യാപാരികൾ, വലകൾ നന്നാക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ഇതെല്ലാം ചേർന്ന് ഒരു സജീവ ലോകം ഇവിടെ രൂപപ്പെടുന്നു. പുതുച്ചേരിയുടെ സമ്പദ്വ്യവസ്ഥയിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനം ഈ തുറമുഖത്തെ ആശ്രയിച്ചാണ്. കടലിനോടുള്ള മനുഷ്യന്റെ നൂറ്റാണ്ടുകളായുള്ള ബന്ധത്തിന്റെ ജീവനുള്ള തെളിവാണ് ഈ പ്രദേശം. പ്രകൃതിയും ചരിത്രവും മനുഷ്യജീവിതവും ഒരുമിച്ചനുഭവിക്കണമെങ്കിൽ പുതുച്ചേരിയിലെ ഈ ഭാഗങ്ങൾ തീർച്ചയായും സന്ദർശിക്കണം. മാംഗ്രോവ് വനങ്ങൾ പ്രകൃതിയുടെ സംരക്ഷണ കവചമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റിവർ മൗത്ത് ജലത്തിന്റെ അനന്ത യാത്രയുടെ കഥ പറയുന്നു. അരിക്കമേടു 2000 വർഷം പഴക്കമുള്ള വ്യാപാര ചരിത്രം വെളിപ്പെടുത്തുന്നു. ഫിഷിംഗ് ഹാർബർ മനുഷ്യന്റെ അധ്വാനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. ഇങ്ങനെ ഓരോ തിരമാലയും ഒരു കഥ പറയുന്ന, ഓരോ മരവേരുകളും ഒരു പരിസ്ഥിതി സന്ദേശം കൈമാറുന്ന, ഓരോ പുരാവസ്തു കല്ലുകളും ചരിത്രത്തിന്റെ ശബ്ദം മുഴക്കുന്ന നാടാണ് പുതുച്ചേരി.
അടുത്ത യാത്രയിൽ നിങ്ങൾ പുതുച്ചേരിയിലെത്തുമ്പോൾ ഫ്രഞ്ച് തെരുവുകൾ മാത്രം കാണാതെ ഈ പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും അത്ഭുത ലോകവും കണ്ടെത്താൻ മറക്കരുത്. പുതുച്ചേരിയുടെ ഹൃദയം അവിടെയാണ് മിടിക്കുന്നത്. ഇനി നമുക്ക് പോകാം റിവർ മൗത്തിലേക്ക്. റിവർ മൗത്ത് അഥവാ നദീമുഖം, ഒരു നദി കടലിൽ ചേരുന്ന സ്ഥലം. ശങ്കരാഭരണി നദി ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം പുതുച്ചേരിയിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി കാഴ്ചകളിലൊന്നാണ്. ഒരു വശത്ത് നദി, മറ്റൊരു വശത്ത് അനന്തമായ കടൽ. ഇരുവർക്കുമിടയിൽ മണൽപ്പുറം. സൂര്യോദയ സമയത്ത് ഈ പ്രദേശം അതിമനോഹരമാകുന്നു. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ജലവും ആകാശവും ഒരുമിക്കുന്ന കാഴ്ച സന്ദർശകരെ വിസ്മയിപ്പിക്കും. ഈ റിവർ മൗത്ത് പ്രദേശം പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. നിരവധി മത്സ്യവർഗങ്ങൾ ഇവിടെയാണ് വളരുന്നത്. പക്ഷികൾക്ക് ഭക്ഷണം കണ്ടെത്താനുള്ള പ്രധാന സ്ഥലവുമാണിത്. കടലും നദിയും തമ്മിലുള്ള പ്രകൃതിദത്ത സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ പ്രദേശത്തിന് വലിയ പങ്കുണ്ട്. ഒരു നദിയുടെ ദീർഘയാത്ര അവസാനിക്കുകയും കടലിന്റെ അനന്തത ആരംഭിക്കുകയും ചെയ്യുന്ന സ്ഥലമുണ്ട്. ഭൂമിയും ജലവും, ശുദ്ധജലവും ഉപ്പുവെള്ളവും, നദിയും സമുദ്രവും പരസ്പരം കൈകോർക്കുന്ന ആ അപൂർവ സംഗമ ഭൂമിയാണ് റിവർ മൗത്ത്, നദീമുഖം. പുതുച്ചേരിയിലെ ഈ മനോഹരമായ റിവർ മൗത്ത് പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശങ്കരാഭരണി നദി നൂറുകണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ട് ഒടുവിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിച്ചേരുന്നു. ആ ചരിത്രപരമായ കൂടിച്ചേരലിന്റെ വേദിയാണ് ഈ റിവർ മൗത്ത്. ഒരു വശത്ത് നദിയുടെ ശാന്തത, മറുവശത്ത് സമുദ്രത്തിന്റെ ശക്തി. ഇവ രണ്ടും ഒരുമിക്കുന്ന ഈ സ്ഥലം ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല, ജൈവവൈവിധ്യത്തിന്റെ കാര്യത്തിലും അതീവ പ്രാധാന്യമുള്ളതാണ്. നദി കൊണ്ടുവരുന്ന പോഷകസമൃദ്ധമായ മണ്ണും ധാതുക്കളും ഇവിടെ അടിഞ്ഞുകൂടുന്നു. അതിനാൽ തന്നെ അനേകം മത്സ്യവർഗങ്ങൾക്കും ചെമ്മീനുകൾക്കും ഞണ്ടുകൾക്കും ഈ പ്രദേശം സുരക്ഷിതമായ വളർച്ചാ കേന്ദ്രമായി മാറുന്നു. അതിനാലാണ് റിവർ മൗത്തുകളെ സമുദ്രജീവികളുടെ നഴ്സറി എന്ന് വിളിക്കുന്നത്.
പ്രഭാതത്തിൽ ഇവിടെ എത്തുന്നവർക്ക് മറക്കാനാകാത്ത കാഴ്ചകളാണ് ലഭിക്കുന്നത്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് പതിയെ ഉയർന്നുവരുന്ന സൂര്യൻ, സ്വർണ്ണനിറം പൂശിയ ജലോപരിതലം, കടലിലേക്കൊഴുകുന്ന നദിയുടെ അവസാന ചുവടുകൾ, ഇതെല്ലാം ചേർന്ന് പ്രകൃതിയുടെ മനോഹരമായൊരു ചിത്രപടം സൃഷ്ടിക്കുന്നു. റിവർ മൗത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട മാംഗ്രൂവ് വനങ്ങൾ ഈ മേഖലയെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു. മാംഗ്രൂവ് മരങ്ങളുടെ വേരുകൾക്കിടയിൽ അനേകം ജീവജാലങ്ങൾ അഭയം കണ്ടെത്തുന്നു. ചെറുമീനുകൾ, ചെമ്മീനുകൾ, ഞണ്ടുകൾ, പക്ഷികൾ, എല്ലാവർക്കും ഈ പ്രദേശം ഒരു പ്രകൃതിദത്ത ഭവനമാണ്. ശൈത്യകാലത്ത് ആയിരക്കണക്കിന് ദേശാടന പക്ഷികളും ഈ പ്രദേശത്തെത്തുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പറന്നെത്തുന്ന ഈ അതിഥികൾ റിവർ മൗത്തിന്റെ ജൈവസമ്പത്ത് എത്രമാത്രം സമ്പന്നമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോഴും ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പുരാതന കാലത്ത് ശങ്കരാഭരണി നദിയുടെ തീരത്തുള്ള അരിക്കമേടു ഒരു പ്രശസ്ത തുറമുഖമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാര കപ്പലുകൾ ഇവിടെ എത്തിയിരുന്നു. ആ കപ്പലുകൾ കടലിൽ നിന്ന് നദിയിലേക്ക് പ്രവേശിച്ചിരുന്ന വഴികളിലൊന്നായിരുന്നു ഈ നദീമുഖം. അതുകൊണ്ട് തന്നെ റിവർ മൗത്ത് ഒരു പ്രകൃതി ദൃശ്യത്തിനപ്പുറം ചരിത്രത്തിന്റെ സാക്ഷി കൂടിയാണ്. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ഈ പ്രദേശവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കടലിലേക്ക് പോകുന്ന ബോട്ടുകളും തിരികെ വരുന്ന മത്സ്യബന്ധന വള്ളങ്ങളും ഇവിടെ പതിവ് കാഴ്ചകളാണ്. കാലം മാറിയെങ്കിലും നദിയുടെയും കടലിന്റെയും ഈ സംഗമം ഇന്നും തുടരുന്നു. ഓരോ തിരമാലയും ഒരു കഥ പറയുന്നുണ്ട്. ഓരോ ജലകണവും ഒരു യാത്രയുടെ ഓർമ്മകൾ വഹിക്കുന്നു. മലകളിൽ നിന്ന് ആരംഭിച്ച നദിയുടെ ജീവിതയാത്ര സമുദ്രത്തിന്റെ വിശാലതയിൽ ലയിക്കുന്ന നിമിഷമാണ് റിവർ മൗത്ത്. പ്രകൃതിയുടെ ഈ മഹത്തായ സംഗമം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ അവസാനവും മറ്റൊരു തുടക്കത്തിന്റെ വാതിലാണ്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലെ ഈ റിവർ മൗത്ത് വെറുമൊരു ഭൂമിശാസ്ത്ര സ്ഥലം മാത്രമല്ല, പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും ജീവിതത്തിന്റെയും മനോഹരമായൊരു സംഗമമാണ്. സമയം ഏകദേശം വൈകിട്ട് 4:30 കഴിഞ്ഞു. പല സഞ്ചാരികളും തിരിച്ചുപോയി തുടങ്ങി. നമ്മുടെ ഒപ്പം ബോട്ടിൽ ഇപ്പോഴും പല സഞ്ചാരികളും വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു. നമ്മളുടെ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി. തിരിച്ചു ബോട്ട് ജെട്ടിയിലെത്താൻ കുറച്ചു സമയമേ ഉള്ളൂ. ഇത്രയും നേരം കണ്ട കാഴ്ചകളെല്ലാം മനസ്സിൽ നിന്നും മായുന്നേയില്ല. പിച്ചാവരം ഒരു വലിയ അനുഭവം സമ്മാനിച്ചെങ്കിൽ ഇത് മറ്റൊരു വലിയ അനുഭവമായിരുന്നു. ഒരുപാട് ചരിത്ര നിമിഷങ്ങളിലൂടെ ഊളിയിട്ട ഒരു അനുഭവം. കണ്ണുകെട്ടി കാണാലോകത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു മാസ്മരിക നിമിഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞതെല്ലാം. ബോട്ടിങ്ങിന് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇപ്പോൾ വിനോദസഞ്ചാരികളെയും കൊണ്ടുപോയ ഒരു ബോട്ട് പോയത് കണ്ടില്ലേ? അങ്ങനത്തെ വികൃതികൾക്കൊന്നും നിൽക്കരുത്.
ഒരുപക്ഷേ 4 ആൾ കൂടുന്നിടത്ത് നിങ്ങൾക്കൊരു വൈബായി തോന്നും. എന്നാൽ ചിലപ്പോൾ ഇത്തരം തോന്നിവാസങ്ങൾ ഒരു നാടിൻ്റെയോ വീടിൻ്റെയോ കണ്ണീരായി മാറിയേക്കാം. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി ഒന്നുകൂടി ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഞാനാവാതിരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ബോട്ട് ഡ്രൈവേഴ്സ് പലരും തന്നെ ആ നാട്ടുകാരായിരിക്കും, അതും ഫിഷർമൻ ആയിരിക്കും. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായി നീന്തൽ വശമുണ്ടാകും. ഇതൊന്നുമില്ലാത്ത തോട്ടിലും കുളത്തിലും മാത്രം നീന്തി ശീലിച്ച നമ്മൾ ഇങ്ങനത്തെ വികൃതിക്കൊരുമ്പിട്ടാൽ ആദ്യം പറഞ്ഞ പോലെ ഒരുപക്ഷെ കണ്ണീരായി തീരും നാടിനും വീടിനും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത്തരം വിനോദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, മറ്റുള്ളവരെ പ്രേരിപ്പിക്കാതിരിക്കുക. ഒരു കരീബിയൻ കാലഘട്ടത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമിംഗ് മനസ്സിൽ നിന്നും മായുന്നതേയില്ല. നിങ്ങളും വരണം ഒരിക്കലെങ്കിലും ഇവിടെ. കാരണം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ പോണ്ടിച്ചേരിയിൽ വന്നാൽ മസ്റ്റായും വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ് പോണ്ടിച്ചേരി മാംഗ്രൂവും ചിദംബരം പിച്ചാവരം മാംഗ്രൂവും. ഇനി പോണ്ടിച്ചേരിയുടെ മറ്റു കാഴ്ചകൾ കൂടി എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അപ്പോ ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു സഹായം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുറവാണ്, വ്യൂവേഴ്സും അതുപോലെ തന്നെ കുറവാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗിൻ്റെ വീഡിയോസ് ഇനിയും ഒരുപാട് അപ്ലോഡ് ചെയ്യാനുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ഫുട്ടേജ് എല്ലാം. ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. എല്ലാവരും ക്ഷമിക്കുക, എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.